അതിനായി നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കുക. ഇൻസ്റ്റഗ്രാം ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ ഐക്കൺ എടുക്കുക. ഐക്കൺ എടുത്തതിന് ശേഷം നമുക്ക് അവിടെ എഡിറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ പുതിയൊരു ഓപ്ഷൻ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്, ക്രിയേറ്റ് അവതാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ അവതാർ. നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഫേസിന് മിസ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ സെലക്ട് ചെയ്യണം. നമുക്ക് ഇവിടെ കുറേ ഇമേജ് കാണാൻ സാധിക്കും. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഡിറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്, കണ്ടോ. അപ്പോൾ നമ്മൾ ഇതിന് പറ്റിയ ഓരോ കാര്യങ്ങൾ നമ്മളവിടെ ചെയ്ത് കൊടുക്കണം, കണ്ടോ. നമ്മൾ തടി കൂടിയവരാണോ അല്ലെങ്കിൽ സ്ലിം ആയിട്ടുള്ളവരാണോ ഫിറ്റ് ആയിട്ടുള്ളവരാണോ, അത് ഓരോ ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുന്നതാണ്, കണ്ടോ. നമുക്ക് പറ്റിയ ഷേപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ഉള്ളത് നമുക്ക് നമ്മുടെ ബോഡിയൊക്കെ ആദ്യം സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടോ. നമുക്ക് സ്കിന്നിൻ്റെ കളറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഞാനൊരു സ്കിൻ കളർ ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വരുന്നത് ഹെയർ ആണ്. അപ്പോൾ നമ്മളെ ഹെയറിൻ്റെ കാര്യങ്ങളൊന്ന് കറക്റ്റാക്കി നോക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഹെയർ എങ്ങനത്തെ ഉള്ളതാണ് എന്നൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അതിന് പറ്റിയത് നിങ്ങളുടെ ഏതാണോ അതിന് പറ്റിയ കാര്യങ്ങൾ നിങ്ങളത് അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ഓപ്ഷൻ വരുന്നതായിരിക്കും. അടുത്ത ഓപ്ഷൻ ഇങ്ങനെ മാറ്റി മാറ്റി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫേസിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് കൊടുക്കണം. അപ്പോൾ പിന്നെ ഏതെങ്കിലും നിങ്ങളെ ഇഷ്ടപ്പെട്ട നിങ്ങൾ ഫോട്ടോയ്ക്ക് മാച്ച് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ കൊടുക്കുക. പിന്നെ മേലെ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫേസും അവിടെ നോക്കി നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മളെ കണ്ണിൻ്റെ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക, കണ്ട നമ്മളെ കണ്ണിൻ്റെ ഷേപ്പ് എങ്ങനത്തെയാണ്. അപ്പോൾ അത് നമ്മൾ ഒന്ന് ആക്കി കൊടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് കണ്ണ് പിന്നെ പുരികത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ പുരികം ഏതാണോ ആ പുരികത്തിൻ്റെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരു ഇതിൽ മാച്ച് ചെയ്ത എൻ്റെ രൂപത്തിൽ മാച്ച് ചെയ്ത ഒരു പുരികം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ വരുന്ന കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കണ്ടോ. നമ്മൾ പൊട്ട് തോറുന്നവരാണോ അല്ലെങ്കിൽ അല്ലാത്തവരാണോ, ഞാനിപ്പോൾ അതൊന്നും കൊടുക്കുന്നില്ല. അത് നിങ്ങളെ ഇതനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് നമ്മളെ ക്ലാസ് വേണോ അല്ലെങ്കിൽ അത് വേണ്ടയോ അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങൾ ഗ്ലാസ് ഇടുന്നവരാണെങ്കിൽ നിങ്ങൾ അത് വെച്ചോളുക. ഞാനിപ്പോൾ ഇത് ഇടുന്നില്ല, അതുകൊണ്ട് ഞാനത് വെക്കുന്നില്ല. നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ നമ്മളെ മൂക്ക് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ നമ്മളെ മൂക്കിനെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടാവില്ലേ, നമ്മളെ ഷേപ്പ് എങ്ങനത്തെയാണെന്നൊക്കെ. അപ്പോൾ അത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്തായാലും നല്ല രസമാണിത് ഇങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലേ. അത് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളെ കണ്ടോ അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഓരോ ഓപ്ഷൻ ഉണ്ടാവും. അടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളെ ലിപ്പ് എങ്ങനത്തെ ഷേപ്പാണെന്ന്, അപ്പോൾ നമ്മളെ ലിപ്പിൻ്റെ കാര്യങ്ങൾ ഓരോ ഷേപ്പ് ഉണ്ടാവും, അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഷേപ്പ് നമ്മൾ ഏതാണോ ആ ഷേപ്പ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ രൂപത്തിലേക്ക് വരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നമ്മൾ പല ആപ്ലിക്കേഷനിലും നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളുടെ മീശ ഉണ്ടോ ഇനി ബുൾഗാൻ താടി ഉണ്ടോ, അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ടാവും, കണ്ടോ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ചേരുന്ന ഒരു മീശ അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, കണ്ടോ. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ചിലപ്പോൾ താടിയുള്ളവരായിരിക്കും. അപ്പോൾ താടിയുള്ളവരൊക്കെ ഉണ്ടാവും. മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാണാവുന്നതാണ്, കണ്ടോ. കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ സ്നാപ്ചാറ്റിലൊക്കെ ഇത് ഉണ്ടാവും. സ്നാപ്ചാറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അവതാർ അത് ക്രിയേറ്റ് ചെയ്ത് വെക്കും, കണ്ടോ. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിന് വന്ന പുതിയ അപ്ഡേഷനാണ്, അടിപൊളിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ ഡ്രസ്സിങ് ഏതാണോ ഡ്രസ്സിങ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിങ് ഇതാണ്, അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ ചെവിയിൽ ഇനി ഇതൊക്കെ വെക്കണോ, എനിക്കത് ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ വെക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി ചെയ്യുക, കണ്ടോ. എന്നിട്ട് നമ്മളവിടെ സേവ് കൊടുക്കുക, സേവ് ചേഞ്ചസ് എന്ന് കൊടുക്കുക, കണ്ടോ. നമുക്ക് എന്നിട്ട് അത് സേവായി വരുന്നതായിരിക്കും, അവിടെ ലോഡായി വരുന്നതായിരിക്കും. പിന്നെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെയുള്ള ഓപ്ഷൻ നമുക്ക് ഫേസ്ബുക്കിൽ ഇത് വേണമെന്നാണ്. അപ്പോൾ ഫേസ്ബുക്കിൽ രണ്ട് കണക്റ്റ് അല്ലേ, അപ്പോൾ അത് വേണമെന്ന്. അപ്പോൾ എന്ത് നോ കൊടുക്കുക.